ഇതുവരെ നിക്കാഹ് ഒരു 7 ദിവസം മുന്നേ കഴിഞ്ഞെങ്കിലും ഒരു കല്യാണം കഴിച്ചു എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവനെ ആദ്യം കണ്ടപ്പോൾ ഒരു ഭർത്താവ് ഭാര്യ മുടി കറക്റ്റാ? അയ്യോ അങ്ങനെ ചോദിക്കരുത്. ചേട്ടാ ഇതൊന്ന് വിളിച്ചിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയണേ. ഷെഫിൻ എന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. തുടക്കം മുതലേ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ്. ये रास्ता है कहानियों से मिलता जुलता है आगे. ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റാണ്. ഒരു 6 year ബാക്ക് റിപ്പീറ്റിങ്ങിന് പഠിച്ചപ്പോൾ അന്നേരം ഇവൻ നല്ല പഠിപ്പിക്കും, അവൻ ഫസ്റ്റ് ബെഞ്ചും ഞാൻ ലാസ്റ്റ് ബെഞ്ചായിരുന്നു. പിന്നെ ഇവൻ NIT എഞ്ചിനീയറിംഗിൽ പോയി, ഞാൻ BHMS കോഴ്സിന് പോയി. പിന്നെ ഒന്നും നമ്മളൊരു കോണ്ടാക്റ്റോ ഒന്നുമില്ല. പിന്നെ ഒരു പോയിന്റിൽ ഞാനൊരു NIT അഡ്മിഷന് വേണ്ടിയിട്ട് ഇവനോട് ഒരു ഡൗട്ട് ചോദിച്ചാണ് കോവിഡിൻ്റെ ടൈമിൽ. അന്നേരം തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നീട് ഏതോ ഒരു പോയിന്റിൽ റിലേഷനായി, ഏതോ ഒരു പോയിന്റിൽ ഇപ്പോൾ മാരേജായി. അങ്ങനെ കല്യാണത്തിലോട്ട് വരുവാണെങ്കിൽ ആള് കല്യാണത്തിന് എതിരായിട്ടുള്ള, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് യോജിപ്പില്ലാത്ത ഒരാളായിരുന്നു. എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് വളരെ ടെൻഷനായ ഭയങ്കര ചെറുപ്പം തൊട്ടേ കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നില്ല എന്ന് പ്ലാൻ ചെയ്തൊരു ആളായിരുന്നു ഞാൻ. പക്ഷെ മേ ബി യുനോ നമുക്ക് സോൾമേറ്റ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനൊരു സാക്ഷി വേണമെന്ന് തോന്നുന്ന പോലെ ആയപ്പോൾ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് വേറൊരു ലെവലിലോട്ട് കൊണ്ടുവന്നു. ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഷെഫിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മളും സൂപ്പർ ഹാപ്പിയാണ് ഷെഫിനെ പോലെ ഒരാളെ നമുക്ക് ബ്രദറായി കിട്ടിയതിൽ. Let us welcome with joy today's brings the groom, Mr. Shafin, the handsome, humble and ready to love. Guys, put your hands together for the charming groom. Shafin has made his great appearance. പിന്നെ നമ്മളെ കേസിലാണെങ്കിൽ നല്ല ബോണ്ട് പരമാവധി നല്ലോണം കണക്ട് ചെയ്യിക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫാമിലി എന്നും എൻ്റെ കൂടെ ഉണ്ട്. ഈ വെഡ്ഡിങ്ങിന് എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ സിസ്റ്റേഴ്സാണ് എല്ലാം ചെയ്തിട്ടുള്ള, ഈവെൻറ്റുകാർ എല്ലാം സിസ്റ്റേഴ്സാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇനി കുറേ ബ്രദേഴ്സായിട്ടും ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ കൂടെ വൈഡായിട്ട് പോവാണ്. സോ വി ആർ ഹാപ്പി, സൂപ്പർ ഹാപ്പി. പിന്നെ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സങ്കടം ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ഞങ്ങൾക്കിത് ശരിക്കും ഒരു സങ്കടത്തിന് മൊമെൻറ്റ്സ് അല്ല. അവൾ വിട്ടുപോവുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും അല്ല. മാരേജ് എന്ന് പറയുന്നത് ആക്ച്വലി വി ആർ വെൽക്കമിങ് വൺ ന്യൂ ഗായ്. അപ്പം നമുക്കൊരു പുതിയ ബ്രദറിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. അല്ല, ഇത്രയും കാലം സിഗ്മ പറഞ്ഞ നടന്ന് സിഗ്മ ആക്ഷൻ പീപ്പിളിന് ഇപ്പോൾ സിഗ്മ എന്ന് പറയാൻ മടിയായിരിക്കും.
ഷെഫിന് എന്നും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. എന്നും ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബോണ്ട് ഉണ്ടായ സെറ്റാണ്. ബൈ.